സ്തോത്രം സ്തോത്രം കഥാവേ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ സ്വർഗ്ഗപിതാവേ, നല്ല മനോഹരമായ സന്ധ്യാസമയത്തിനാടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ആശയോടെ ശനിയാഴ്ച പ്രാർത്ഥനയായി ശ്രമിക്കൂടെ ഏഴാടികൾ കടന്നിട്ടുള്ള കൃപ ദൈവം നമുക്ക് തന്നല്ലോ. അതിനായ ദൈവത്തെ കഥാവേ, കഴിഞ്ഞ കാലമൊക്കെ എന്റെ പിതാവ് ഏഴായിരുന്ന സ്ഥാനങ്ങളിൽ പിതാവ് ഞങ്ങൾക്ക് നല്ല വിശ്വസ്തമായി കൂടെ ഞങ്ങളുടെ ആവശ്യങ്ങളോട് സഹായിച്ച നല്ല ദൈവത്തിനായി സ്തോത്രം. ആ സ്വർഗത്തിൽ നല്ല പാവട്ടിലേക്ക് ഉറാശിയുടെ ഏഴായി കടന്നു വന്ന് എന്റെ ദൈവത്തെ സ്തുതി പാരാതിപാമത്ത് പ്രതിയുള്ള കൃപ തന്നതിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിതാവേ. അപ്പൊ വാസ്തവമായിട്ട് മീറ്റിങ്ങിന്റെ ആരംഭം പോലെ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ നേതൃത്വ നടക്കുവാനെ ദൈവം കൃപ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികളുടെ പ്രാർത്ഥന, പാട്ടായ പ്രാർത്ഥന, മെസ്സേജൊക്കെ അനുഗ്രഹമാക്കി തരണേ. ഞങ്ങൾ കടന്നു പോകുന്ന പോലെ താവെ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകാൻ ദൈവ കൃപ സഹായിക്കണമേ എന്ന് പ്രാർത്ഥാവേ. അപ്പോൾ ആ ഏഴാടിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിലും ഈ ദിവസങ്ങൾ മറുപടിയാണ് ദൈവത്തെ മാത്രപ്പെടുത്തുവാനെ ദൈവ കൃപ സഹായിക്കണം താവേ. കഴിഞ്ഞ ആളുകളൊക്കെ അനേക വിഷയങ്ങളൊക്കെ ദിവസനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുറവും പോരായ്മയൊന്നും ഓർക്കാതെ പിതാവ് ഓരോ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥന കേട്ട് മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് വിടുക നല്ല ദൈവത്തിനായി സ്തോത്രം. ആ നല്ല പച്ചപ്പാലിലേക്ക് വീണ്ടും ഒരു ആശ കൂടെ ഏഴായി കടന്നു വരുന്ന താവേ. അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ട് മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥാവേ. ഹല്ലേലൂയ. സ്വർഗ്ഗാപ്പച്ചന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന ഈ സ്തോത്രം, നടത്തു വഴിക്കാ ഈ സ്തോത്രം എല്ലാം സ്വർഗ്ഗാപ്പച്ചന്റെ ഇതിരാകുന്ന നാമത്തിൽ തന്നെ ആമേൻ. ഇവൻ പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
സമയം വചന സൂക്ഷിക്കായിട്ടുള്ള സമയമാണ്. അതിനുവേണ്ടി ബേജാനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാതവിടയായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലീഡ് ചെയ്യുന്ന തോമാച്ചാനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോയ്മോൻ ക്ഷേമത്തോടെ കുടുംബമായി യാത്ര ചെയ്ത് കടന്നു വരുവാനിടയായല്ലോ. റോൺസിയുടെ യാത്രയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയായി നമ്മെ ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയുടെ എല്ലാ ദിനങ്ങളിലും ദൈവം പരിപാലിച്ചു. ഈ ശനിയാഴ്ച വൈകിട്ട് നമുക്ക് ഒരുമിച്ച് സൂമിലായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ഞാൻ വായിക്കുന്നു. അത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ദാനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് ഞാൻ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കഴിഞ്ഞ ശനിയാഴ്ച നമ്മള് പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന, കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിച്ച് ഒന്നാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പൗലോസ് പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ സഭയുടെ അല്ലെ സഭയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. സഭ എന്ന മർമ്മം എന്താണെന്ന് തിരിച്ചറിയുവാൻ, ആ തിരിച്ചറിവുണ്ടാകുന്നതിന്, ആ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുന്നതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുവാനിടയായി. ഇന്ന് നമ്മൾ പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയെ കുറിച്ചാണ് അല്പസമയം ചിന്തിക്കുന്നത്. പൗലോസ് ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാപ്തരാക്കണം, അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവസന്നിധിയിലെ അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ ചുരുക്കം അതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് 4 പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. എഫേസ്യ ലേഖനം 1:15 മുതൽ 23 വരെയും 3:14 മുതൽ 22 വരെയും, ഫിലിപ്പിയ ലേഖനം 1:9 മുതൽ 11 വരെ, കൊലോസ്യ ലേഖനം 1:9 മുതൽ 12 വരെ. ഈ 4 പ്രാർത്ഥന പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, പൗലോസിന് സഭയെക്കുറിച്ചുള്ള എരിവ് വളരെയധികമാണ്. തന്റെ അനുഭവത്തോട് ചേർന്നാണ് ഈ പ്രാർത്ഥന. ദൈവവും പൗലോസുമായുള്ള ബന്ധം എങ്ങനെയുണ്ടായി, അതെങ്ങനെ നിലനിർത്തണം, അത് സഭ എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനം, അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ ആ മർമ്മം, അതെല്ലാവരും ഒന്ന് തിരിച്ചറിയണം. സഭ എന്ന് പറയുന്നത്
അത് ഒരു പ്രത്യേകത അതിന്റെ എന്താണെന്ന് ചോദിച്ചാല്, അവിടെ ജാതി മത വ്യത്യാസമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. അതാണ് സഭയുടെ മർമ്മം എന്ന് പറയുന്നത്. അവിടെ യഹൂദനെന്നില്ല, യവനെന്നില്ല, യാതൊരു വിധത്തിലും ഒരു വ്യത്യാസമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്കെല്ലാം തുല്യ പദവിയാണെന്നുള്ള ആ ഒരു മർമ്മമാണ് പൗലോസ് ആദ്യം വെളിപ്പെടുത്തി തന്നത്. അത് മനസ്സിലാക്കാൻ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം എന്നുള്ളതാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. രണ്ടാമത്തെ പ്രാർത്ഥന പൗലോസ് പറയുന്നത് പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാപ്തരാക്കേണ്ടത്? ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനുള്ള അതിന് നമ്മെ പ്രാപ്തരാക്കണം. അതാണ് ആ ആത്മാവിലുള്ള ആ പ്രാപ്തി നമ്മൾ പ്രാപിപ്പാനിടയായിത്തീരണം. അതാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം 100-ാം സങ്കീർത്തനം വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വളരെയാണ്. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. 14-15 വാക്യം ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ 14-15 വാക്യം സംബോധന ചെയ്യുന്ന വാക്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് സംബോധന ചെയ്യുന്നത്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞാൽ, പൗലോസ് മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞാൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത്. പ്രാർത്ഥിക്കുന്നത് മുട്ടുമടക്കിയോ നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ ഒക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കർത്താവ്. പൗലോസ് ഇവിടെ പറയുന്നതിന്റെ ആശയം തന്റെ വിനയത്തെയാ കാണിക്കുന്നത്. തന്റെ വിനയം താൻ സർവമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് എങ്ങനെയാ ആയിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മുട്ടുമടക്കാൻ ഒക്കുമോ, അതോ നിന്നുകൊണ്ടിരിക്കുകയാണോ, കാലൊക്കെ ആമത്തിലിട്ടിരിക്കുക, ഏത് അവസ്ഥ? പക്ഷെ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ അങ്ങ് സമർപ്പിക്കുക. അപ്പൊ ആദ്യത്തെ തുടക്കം സംബോധന ചെയ്യുന്നത് തന്നെ എന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് അപേക്ഷിക്കുക. അതാണ് ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കാര്യം. 16 മുതൽ 19 വരെ കാര്യങ്ങൾ പറയുക. തന്റെ 4 അപേക്ഷ ഒന്നിലേക്ക് പോയി 4 അപേക്ഷ സമർപ്പിക്കുക. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ പൗലോസിന്റെ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ പിന്നെ അടുത്ത പടിയിലേക്ക് കടക്കാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് ആ സമർപ്പണം കഴിഞ്ഞപ്പോൾ സമർപ്പണത്തിലെല്ലാം ഉണ്ട് പൗലോസ് ഒന്നുമില്ല അവിടെ. പൗലോസ് പറയാ, ഞാന് ഒരുപാട് സുവിശേഷത്തിന് വേണ്ടി ഓടി, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒക്കെ ശരിയാ. പക്ഷെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം കൃപയല്ലാതെ ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായി പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പൗലോസ് ദൈവസന്നിധിയിൽ വെക്കുന്ന വിഷയങ്ങള് തന്റെ അനുഭവത്തിൽ കൂടെ ഈ പ്രാർത്ഥന വെളിപ്പെടുത്തുക. 4 കാര്യമാണ് പൗലോസ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്. 4 കാര്യം പൗലോസ് പറയുക. അത് 4 കാര്യം. ഒന്ന്, ബലപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു വസിക്കണം. ഞങ്ങളിൽ ക്രിസ്തു വസിക്കണം. അതൊന്ന് ഗ്രഹിക്കണം. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നൊന്ന് ഗ്രഹിക്കണം നമ്മൾ. പിന്നെ പറയാ, ക്രിസ്തു സ്നേഹത്തെ ഒന്നറിയണം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. 4ാമത് പറയാണ്, ദൈവത്തിന്റെ നിറവ്, അല്ലെ ആത്മാവിന്റെ നിറവ്, അത് പ്രാപിക്കണം. ഇതാണ് ഈ 4 വിഷയമാണ് പൗലോസ് പറയുന്നത് ഈ പ്രാർത്ഥനകളിൽ കൂടെ അപേക്ഷ സമർപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം. 17-ാം വാക്യത്തിൽ ഇവർ ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ആ ക്രിസ്തീയ വിശ്വാസത്തില് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് 16-ാം വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഒന്നാമത്തെ ഭാഗം ബലപ്പെടണം. ആ ബലപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥനയിൽ വലിയ ഗുണമൊന്നും വരത്തില്ല. അപ്പൊ എന്തുവാ ബലപ്പെടുന്നത്? ബലപ്പെടണമെങ്കിൽ 17-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ അവനിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. അപ്പൊ ക്രിസ്തുവിൽ നമ്മളൊന്ന് ബലപ്പെടണം. ശക്തിയുടെ ആഴം എന്താണെന്ന്, ക്രിസ്തുവിന്റെ ശക്തിയുടെ ആഴം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിനെ വിട്ട് ഒരു പരിപാടിയും പാടില്ല. ഇതാണ് അതിനകത്ത് പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ കൂടാതെ ഒരു ദൈവ പൈതലിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ
അതാണ് ബലം നമുക്കുണ്ടാകുന്നത്. ആ ബലപ്പെടല. ഇന്ന് ലോക സംബന്ധമായി നമ്മൾ നോക്കിയാൽ ദൈവമക്കൾക്ക് ഈ ലോക മനുഷ്യന്റെ ഒരു പറച്ചിലുണ്ട്, ദൈവം പാതി നമ്മൾ പാതി. ഇതിന്ന് വിശ്വാസികളുടെ ഇടയിലും ഇത് തന്നെയാ. കർത്താവിനെ ആവശ്യമുള്ളപ്പം കൊണ്ടുവരിക, ആവശ്യമില്ലാത്തപ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തുക. ഞാൻ എൻ്റെ കാര്യമൊക്കെ ചെയ്തോളാം, കർത്താവ് അവിടെ നിന്നോട്ടെന്ന് പറയും. അങ്ങനെയല്ല പൗലോസ് പറയുന്നത്. ഈ ശക്തി എന്ന് പറയുന്ന ഇതിന്റെ ആഴം ഒന്ന് മനസ്സിലാകണം, എങ്കിലേ ക്രിസ്തുവിൽ ഒരു ബലപ്പെടാനൊക്കത്തുള്ളൂ. അപ്പൊ ക്രിസ്തു കൂടാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ഇല്ല എന്നുള്ള ചിന്ത പൗലോസ് പറയുകയാണ്. ആ പ്രാർത്ഥനയുടെ ആഴം അതാ. കർത്താവെ, അതൊന്ന് മനസ്സിലാക്കാന്, അതൊന്ന് ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീരണം. അതാണ് നമുക്കറിയാം. കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നുണ്ട്. സഭയുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയുക, ഞാൻ പുറത്ത് നിന്ന് വാതിലിൽ നിന്ന് മുട്ടുക. അപ്പൊ പുറത്തു നിന്ന് മുട്ടുന്ന ഞാൻ എന്തിനാ മുട്ടുന്നത്? പണ്ട് ഞാൻ അകത്തായിരുന്നു, എന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പുറത്താക്കി. പുറത്തു നിന്നോട് പിന്നെയും ഞാൻ മുട്ടുക. എന്തിനാ? ആരേലും എന്റെ ശബ്ദം കേട്ട് ഈ വാതിലൊന്ന് തുറന്നാല് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുവാൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അവിടെ മനസ്സിലാക്കുന്നത്. എന്നിട്ടും കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക. എന്തുവാ? ഈ 50-50 എന്നുള്ളതൊന്ന് മാറ്റി നീ പൂർണ്ണമായിട്ട് ക്രിസ്തുവിൽ ഒന്നായിത്തീരാ ശക്തി നീ ഒന്ന് പ്രാപിക്ക്. ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ചൊരു തിരിച്ചറിവ് ഒരു ദൈവവേദനുണ്ടാകണം. ഈ ലോകത്തിലെ ഏതൊരു ശക്തിയും ക്രിസ്തുവിന്റെ ശക്തിയിൽ താഴെയാണെന്നുള്ള ചിന്ത ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ആഴം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, അവനിൽ വസിക്കണം. രണ്ട്, അവനിൽ വേരൂന്നണം, അവനിൽ അടിസ്ഥാനപ്പെടണം. കർത്താവിൽ വസിച്ച് അവനിൽ വേരൂന്നി അവനിൽ അടിസ്ഥാനപ്പെടണം എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യം ഇത് നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. പൗലോസിന്റെ ഭാഷ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും, പക്ഷെ അതിന്റെ ഒരു ചുരുക്കം ഭാവമാണ് ഞാൻ പറയുന്നത്. ഈ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വസിക്കണം. വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ആശയം. വേരൂന്നുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് കിട്ടുന്നത്, ഒരു വൃക്ഷം വേര് ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ആ വൃക്ഷം പുറമേ കാണുന്നത് വളരെ ഭംഗിയായി വളർന്നു വരുന്നുണ്ട്, പക്ഷെ അതിന്റെ വേര് ഭൂമിക്കടിയിലാണ്. ആ വേര് എവിടെയായിരിക്കുന്നോ അവിടുത്തെ ഫലപുഷ്ടിയാണ് ആ വൃക്ഷത്തെ നിലനിർത്തുന്നത്. ഇതായിരിക്കണം ഒരു ദൈവവേദന്റെ ജീവിതത്തില്. ക്രിസ്തുവിൽ വേരൂന്നുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന ആ പോഷണം അത് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ വളർച്ചയെ നോക്കിയാൽ നമുക്കറിയാം. അതുപോലെ അടിസ്ഥാനപ്പെടണം. ഈ അടിസ്ഥാനം എന്താ? കർത്താവായ യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ നമ്മെ അതോട് ചേർത്ത് പണിത കല്ലുകളാക്കി തീർത്തിരിക്കുമ്പോഴേ ഈ അടിസ്ഥാനത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധം ഒരു ദൈവ പൈതലിന് എക്കാലത്തും ഉണ്ടായിരിക്കണം. അടുത്ത ഭാഗം പറയുന്ന 18ഉം 19ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാന് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. എന്താ ഈ വീതിയും നീളവും ആഴവും ഉയരവും? ഒരു സ്ക്വയറാ. ഏത് വഴിയിൽ ചെന്നാലും കർത്താവുണ്ട്, ഏത് നിലയിൽ പോയാലും കർത്താവുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മരുഭൂമിയിൽ ചെന്ന് പാർത്താല് അവിടെ നീയുണ്ട്, ഞാൻ ഇനി അങ്ങ് സമുദ്രത്തിന്റെ ആഴത്തിൽ ചെന്നാൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഒരു ദൈവവചനം മനസ്സിലാക്കും. പൗലോസ് പറയുക, പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ: കർത്താവേ, ഈ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്രിസ്തുവിനെ വിട്ടൊരു പരിപാടി നടക്കത്തില്ല. എവിടെ വീതിയും നീളവും ആഴവും അതിന്റെ ഘനവും എല്ലാം എന്ന് പറഞ്ഞാൽ സ്ക്വയറാ. 4 വശത്തും ഒരു ദൈവ പൈതലിന്റെ 4 വശവും ക്രിസ്തു എന്ന ആ പദവിയിൽ നാം ആയിരിക്കുകയാണെന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് തിരിച്ചറിയണം. അത് സകല വിശുദ്ധന്മാരും കൂടെ അറിയണം. എന്ന് പറഞ്ഞാൽ അന്നത്തെ വിശുദ്ധന്മാരെന്നല്ല, എന്നുമുള്ള വിശുദ്ധന്മാർ ഇത് അറിയണം. ക്രിസ്തുവിലല്ലാതെ നമുക്കൊരു പരിപാടിയും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. 19-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 19-ാം വാക്യം വായിക്കുമ്പോൾ പറയുക, സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാം നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ സ്നേഹത്തെ ആരുടെ സ്നേഹത്തെയാ? ദൈവ സ്നേഹം ഒന്ന് ദൈവസ്നേഹത്തെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇതുണ്ടാകണം.
ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. ദൈവത്തിന്റെ നിറവ് എന്തുവാ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും ഒന്ന് എത്തണം. ഇതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. അതിന്റെ വഴി ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവേ ഉള്ളൂ. ഈ നിറവ് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിൽ കൂടെ അല്ലാതെ മറ്റൊരു കാര്യവും നടക്കത്തില്ല. ഈ പരിശുദ്ധാത്മ നിറവില്ലാതെ പറയുക എനിക്ക് ബാക്കിയെല്ലാം ഉണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഒരു ആദ്യം പറഞ്ഞതുപോലെ വീതി, നീളം, അതിന്റെ ഉയരം, അതിന്റെ എല്ലാ ഭാഗങ്ങളും 4 ഭാഗങ്ങളും ഒരുപോലെ പോയെങ്കിലേ അത് ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവം ഇതെല്ലാം തന്നിരിക്കുക. അപ്പൊ ഇത് പ്രാപിക്കണം. പരിശുദ്ധാത്മ നിറവ് എല്ലാ ദൈവമക്കളും പ്രാപിക്കണം. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു സാധാരണ കാര്യങ്ങളല്ലയോ, അല്പം ആരാധിച്ചാൽ മതി, അല്പം ദൈവത്തെ സ്തുതിച്ചാൽ മതി, വലിയ കുഴപ്പങ്ങളൊന്നും ചെയ്യാതെ അങ്ങ് ജീവിച്ചാൽ മതി, അങ്ങ് സ്വർഗത്തിൽ പോകും എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന ആദ്യത്തെ പ്രാർത്ഥന തന്നെ പൗലോസിന്റെ തുടങ്ങുന്നത് തന്നെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. സഭ എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് തിരിച്ചറിയണം. ദൈവം സഭയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നൊന്ന് തിരിച്ചറിയണം. ഈ ഹൃദയദൃഷ്ടി പൗലോസിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് നമുക്കറിയാം. ആ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച്, അതിനു മുമ്പ് പൗലോസും ഇതേ ചിന്താഗതിക്കാരനായിരുന്നു. മതത്തിന്റെയും അല്ലെങ്കിൽ ആ പുരോഹിതന്മാരുടെയും ഒക്കെ ഹിതപ്രകാരം ജീവിച്ച പൗലോസ് സന്തോഷവാനായിരുന്നു. പൗലോസിന് ഒരു പ്രയാസവും ഇല്ലായിരുന്നു. എന്ന് പൗലോസ് കർത്താവിനെ കണ്ടോ അന്ന് മുതലാണ് പൗലോസിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം പൗലോസ് പറയുന്നത് എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ടാണ് ഞാൻ സുവിശേഷം അറിയിച്ചത്. എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ടാണ് ഞാൻ ആത്മനിറവ് പ്രാപിച്ചത്. കാരണം ഞാന് ഈ പോയിരുന്ന വഴികൾ എനിക്ക് സന്തോഷവും സമാധാനവുമായിരുന്നു. ലോകത്തിൽ എനിക്ക് പദവി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പോയ വഴി നാശത്തിലേക്കായിരുന്നു. അന്ന് എന്റെ ഹൃദയദൃഷ്ടി എനിക്ക് അത് പ്രകാശിച്ചില്ല. എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോഴാണ് നാശത്തിൽ നിന്നും നല്ല വഴിയിലേക്ക് എനിക്ക് പോകാനുള്ള വഴി കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നു. അത് സഭയെന്ന് പറയുന്ന അതിന്റെ പൊരുൾ എന്താണെന്ന്, അതിന്റെ മർമ്മം എന്താണെന്ന് തിരിച്ചറിയുവാൻ പൗലോസിനിടയായി തീർന്നു. പൗലോസ് ആദ്യം വിചാരിച്ച് സഭയെന്ന് പറയുന്ന യെരുശലേം ദേവാലയവും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതും പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരൊക്കെയാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പൗലോസ് പറയാൻ അതൊന്നുമല്ല സഭ, അതൊന്നും സഭയല്ല, അതുമായി സഭയ്ക്കൊരു ബന്ധവുമില്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിലായി തീരുന്നതാണ്. ക്രിസ്തുവിലായി തീരുന്ന സഭയില് യവനനില്ല, യഹൂദനില്ല, അങ്ങനെ യാതൊരുവിധ മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച എല്ലാവരും സഭയുടെ മെമ്പറാണ്, സഭയാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുക. അതിനു വേണ്ടിയ ഹൃദയദൃഷ്ടിയാണ് പ്രകാശിക്കണമെന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയും എല്ലാ നിറവും പ്രാപിക്കണം, ദൈവത്തിന്റെ എല്ലാ നിറവും പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും ഒരു ദൈവ പൈതൽ പ്രാപിക്കണം. ഒന്നിന്റെ മൂന്നാം വാക്യത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് പിതാവ്. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു രക്ഷാമാർഗം എങ്ങുമില്ല, വേറൊരു കുറുക്ക് വഴിയില്ല, വേറെ ഒരു വഴി നമുക്കില്ല. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ ഇത് നമ്മൾ തിരിച്ചറിയുന്നവരാ. പക്ഷെ നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് പറയും, ഇതെന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്? ഈ തിരിച്ചറിവ് ഉണ്ട് സഭയ്ക്ക്, ഈ തിരിച്ചറിവ് വ്യക്തികൾക്കുണ്ട്. ഉണ്ടെങ്കിൽ പോലും ഇവർ മറ്റു പലതിലേക്കും തിരിയുക. യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ദൈവത്തെ അറിയേണ്ടതിന് പകരം, പൂർണ്ണമായി കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതിന് പകരം വല്ലപ്പോഴും ഒക്കെ മറ്റു പലതിലേക്കും പോവുക. ഇതാണ് ഇന്നത്തെ വിശ്വാസഗോളത്തിന്റെ അവസ്ഥ എന്നുള്ളത് മറന്നു പോകരുത്. നമുക്ക് കാണുന്നതിന്റെ പുറകെ പോകുവാനുള്ള യാതൊരു വിധമായ അനുവാദവും ദൈവം തന്നിട്ടില്ല. കാരണം കാണുന്നതൊക്കെ താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യം എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഈ കണ്ണിന് കുളിർമ തരുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതും പെട്ടെന്ന് കാര്യം സാധിക്കണം.
ഇൻസ്റ്റന്റ് ആയിട്ടെല്ലാം നടക്കണം. രോഗസൗഖ്യം ഇൻസ്റ്റന്റ് ആയിട്ട് വേണം, സാമ്പത്തിക ഉന്നതി ഇൻസ്റ്റന്റ് ആയിട്ട് വേണം, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റന്റ് ആയിട്ട് വേണം. അങ്ങനത്തെ ഒരു ഒരു സമൂഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത് ഇത് പ്രാപിച്ചെടുക്കണമെങ്കിൽ അല്പം വില കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. നീ ആത്മാവിനെ പ്രാപിക്കാതെ നിന്റെ ജീവിതത്തിൽ അതൊരു വിടുതലായി തീരത്തില്ല എന്ന് പൗലോസ് പറയുകയാണ്. ഈ നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം മുതല് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പൗലോസിനെ സംബന്ധിച്ചോളം പറഞ്ഞാല് അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല കർത്താവായ യേശു ക്രിസ്തു. കഴിഞ്ഞാൽ പിന്നെ ഇത്രമാത്രം സുവിശേഷം അറിയിച്ച ഒരു വ്യക്തി ഈ ലോകത്തിൽ ഇനി ഉണ്ടായിട്ടില്ല. അത്രമാത്രം സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും സുവിശേഷത്തെ കുറിച്ചുള്ള എരിവാണ് തനിക്കുള്ളത്. അതുകൊണ്ടാണ് ഈ 4 പ്രാർത്ഥന കാരാഗ്രഹത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത്. ആ 4 പ്രാർത്ഥന എന്ന് പറയുന്നത് അത് എത്ര നമ്മൾ പ്രസംഗിച്ചാലും അത് തീരാത്ത വിധത്തില് അതിന്റെ ആഴം വളരെയധികമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ ചുരുക്കഭാവമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയണം. എന്തുവാ ഈ ആത്മാവിനാൽ നിറയുന്നത്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ശക്തി പ്രാപിക്കാൻ കഴിയാത്തത്? പൗലോസ് തന്നെ പറയുന്നത് എന്താ ഈ ശക്തി പ്രാപിക്കാൻ കഴിയാത്തത്? അത് പ്രലോഭനം നിമിത്തമായി ശക്തി പ്രാപിക്കാൻ കഴിയാത്തത്. എന്താ ഈ പ്രലോഭനം? ലോകത്തിന്റെ പ്രലോഭനം. ലോകത്തിന്റെ പ്രലോഭനം നിമിത്തം ദൈവശക്തി പ്രാപിക്കാൻ കഴിയുന്നില്ല. ദൈവശക്തി, ആത്മശക്തി പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇതാണ് മനുഷ്യന്റെ ലോകം, ജഡം, പിശാച്. ഇത് മൂന്നും എന്ന് നമ്മൾ ഉപേക്ഷിക്കുന്നു അന്നേ നമുക്ക് ആത്മീയശക്തി പ്രാപിക്കാൻ കഴിയും. ഇതെന്ന് പറഞ്ഞാൽ ലോകം, ജഡം, പിശാച് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും നമ്മളങ്ങ് കളയണമെന്നല്ല, ഇതിനെ ജയിക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനെ ജയിക്കണം, ലോകത്തെ ജയിക്കണം. പൗലോസ് പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ പിശാചിനെ ജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ജയിക്കണം. എന്താ ജയിക്കേണ്ടത്? ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ ലോകത്തിലുള്ളതിനെ നമ്മൾ ചിലതൊക്കെ നമ്മൾ വെറുക്കാനിടയായി തീരണം. ജഡത്തിന്റെ ആ സ്വഭാവത്തെ നമ്മളൊന്ന് മാറ്റിവെക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് ഇതാകണം. എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സർവായുധവർഗം ധരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങള്. ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രസംഗം കേൾക്കുന്നതും നമ്മൾ വായിക്കുന്നത് ആ ഒരു 6-ാം അധ്യായത്തിലെ ആ ഭാവമേ ഉള്ളൂ. അത് ഒരു റോമൻ പട്ടാളത്തിന്റെ ആ കവചവും അത് അവന്റെ ആ പട്ടാള ഡ്രസ്സും അതൊക്കെ കണ്ടിട്ട് നമ്മൾ പറയാ നമ്മൾ ഇങ്ങനെ അങ്ങ് ആയിരിക്കുക. പക്ഷെ അങ്ങനെ ആകണമെങ്കിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യണമെന്ന് 4-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നുണ്ട് പൗലോസ്. എന്തൊക്കെ ചെയ്യണമെന്ന് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ, അമ്മയപ്പന്മാരെ മക്കളുള്ള ബന്ധത്തിലെ, യജമാനൻ ദാസൻ തമ്മിലുള്ള ഇതെല്ലാം ക്രമീകരിച്ചതിന് ശേഷം എന്നിട്ടാ പറയുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ആശ്രയിക്കണം. അതല്ലാതെ ഈ നമ്മുടെ പൊത്തുവരുത്ത ജീവിതം കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ കാര്യം 236 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതില് 59 പ്രാവശ്യം പറഞ്ഞേക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയില്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി എന്ന് നമ്മൾ വായിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവദാസനും പലപ്പോഴും പ്രസംഗിച്ച ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് ഈ അപ്പോസ്തല പ്രവൃത്തി കാണുന്നതെല്ലാം. 59 പ്രാവശ്യം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് പ്രാപിക്കേണ്ടത് ഒരു ദൈവവൈതലിന്റെ ആവശ്യമാണ്. ഇതെങ്ങനെയാ പൗലോസ് പ്രാർത്ഥിക്കുക? എഫേസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പം പ്രാർത്ഥിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധന്മാർക്കും, ഇനി വരുവാനുള്ള വിശുദ്ധന്മാർക്കും നിലവിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇതൊന്ന് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാൻ ഇവരുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടണം. ക്രിസ്തു ഇവരുടെ ഉള്ളിലൊന്ന് വസിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇവരൊന്ന് അറിയണം. അതിനിവർക്ക് പരിശുദ്ധാത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇവർക്കൊന്ന് പ്രാപിക്കണം. ഈ എല്ലാവർക്കു വേണ്ടിയും പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന, പൗലോസിന്റെ പ്രാർത്ഥന വളരെ ആഴമേറിയതാണ്. അത് ഏറ്റെടുക്കുന്നവർക്കാണ് വിടുതൽ ഉണ്ടാകുന്നത്.
ക്രിസ്തുവിന്റെ ആ അവസാനത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് പൗലോസ് ഇങ്ങനെയാണ്: ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ശക്തി നൽകുന്ന, എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ, ആമീൻ. എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഈ ഉപസംഹാരത്തോടു കൂടിയാ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ ശക്തി നൽകുവാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിക്ക് ഒരിക്കലും കുറവുണ്ടാകത്തില്ല. ദൈവത്തിന്റെ ശക്തി കുറഞ്ഞത് കൊണ്ടല്ല, അല്ലെ ദൈവത്തിന് തരാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ അടുക്കൽ ഇതിന് കുറവ് വന്നത് കൊണ്ടല്ല, കുറച്ചു പേർക്ക് കൊടുത്തത് കൊണ്ട് അവിടെ കുറവ് വന്നു, അതുകൊണ്ടല്ല ഞാനും നിങ്ങളും പ്രാപിക്കാതിരിക്കുന്നത് എന്നുള്ള ചിന്ത ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താ കാരണം? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നമ്മൾ ചോദിക്കുന്നതിന് അപ്പുറം തരാൻ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ആ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ആത്മാവിന്റെ എല്ലാ നിറവും അവിടെ എന്നും ഉണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ആ അവസ്ഥ, നമ്മൾ പറയാ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയങ്ങൾ ശോധന ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കും. മനുഷ്യനറിയത്തില്ല. പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ എങ്ങനെയാന്ന്, നാട്ടില് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ നമ്മളെ പിള്ളേരെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് പാസ്റ്റർമാര് തലയിട്ട് പിടിച്ച് കുലുക്കുകയും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാരണവശാലും ചിലതൊന്നും അനങ്ങത്തില്ല. ഇപ്പൊ അങ്ങാപ്പറ്റി ഇരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കും. കാരണം എന്താന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ ഇതിനൊരു വാഞ്ചയില്ല. ഇതെന്താന്ന് പോലും ഒരു ചിന്തയില്ല. ഇതെന്തുവാന്ന് അറിയത്തില്ല. എല്ലാരും പ്രാർത്ഥിക്കുന്നു, കിട്ടിയാ കിട്ടട്ടെ, എന്റെ മേലോട്ട് വരുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നിരുന്നു, കർത്താവിന് വേണേ ഇങ്ങോട്ട് താ, ഞാൻ ഒന്ന് തുള്ളാം എന്നൊക്കെയുള്ള നിലയിലിരിക്കുക. നിന്റെ ജീവിതത്തിൽ അത് പ്രാപിപ്പാൻ കഴിയത്തില്ല. ഇതൊരു വാഞ്ച ഉണ്ടാകണം. വാഞ്ച എന്ന് പറഞ്ഞാല്, അതുകൊണ്ടാണ് പൗലോസ് ആദ്യമേ തുടങ്ങിയത്, എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് പൂർണ്ണമായി സമർപ്പിക്കുക. എനിക്കൊരാഗ്രഹം ഉണ്ടാകണം, എനിക്ക് ആത്മാവിൽ നിറയണം, ശക്തിപ്പെടണം. ആ ശക്തിയാൽ അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ശക്തിക്ക് യാതൊരു കുറവും ഇന്നും ദൈവസന്നിധിയിലില്ല. ദൈവസന്നിധിയിൽ അളവ് കൂടാതെ തരാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മൾ ഈ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി കൊടുക്കുക. അപ്പം ഈ അന്യഭാഷ പറയുന്നവന് പിന്നെയും പിന്നെയും പറയാൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? പിന്നെ അവൻ ചോദിക്കുക, കർത്താവ് എനിക്കിത് പോരാ, എനിക്കിത് പോരാ, എനിക്ക് പിന്നെയും തരണം. ഇത് പറയുമ്പോ എന്ത് ചെയ്യാ? തമ്പുരാൻ അങ്ങ് കൊടുക്കുക. ഇത് കണ്ടോണ്ട് പറയാ, ഇത് അവർക്ക് മാത്രമേ ഉള്ളൂ, അവർക്ക് അന്യഭാഷ പറയാൻ അറിയത്തുള്ളൂ. നമ്മൾ ഇത് കണ്ടിരുന്ന് എന്തോ ചെയ്യുക? നമ്മൾ പണ്ട് പഴമക്കാർ പറയുന്നതിൽ കൊതി കൂറുക. എന്നാൽ നിനക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? നിന്റെ കുറവുകൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? എവിടെയാണ് വരേണ്ടത്? എവിടെയാണ് ഞാൻ കർത്താവെ എന്റെ പ്രാർത്ഥന ഏത് നിലയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമോ? അപ്പൊ തലമുറ തലമുറയായി ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ എല്ലാ തലമുറയും ഈ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ ഇന്ന് ഈ എഫേസ്യ സഭയോട് പറയുമ്പോൾ അവിടെ ഉള്ളവരെ ഇത് പ്രാപിക്കണം, അവരിൽ നിന്ന് തലമുറയിലേക്ക് പോകണം, തലമുറ തലമുറയായി ഇത് മുന്നോട്ട് പോകണം. അപ്പൊ കർത്താവിന്റെ വരവ് വരെ ഈ ആത്മശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കണം. ഇത് നിന്നു പോകത്തില്ല. ഇത് നിന്നു പോയെന്നൊക്കെ ഒരു കൂട്ടർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാം? അവർക്ക് ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ബുദ്ധി ഇരുന്ന് പ്രാപിക്കാൻ വയ്യ. ഇതിന്റെ ഗുണം മനസ്സിലാക്കി അവർക്ക് അതിന്റെ പുറകെ പോകാൻ വയ്യ. അല്ലാതെ മറ്റു ഭാഗം കൊണ്ട് നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടോളാം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാ, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ഈ കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് കർത്താവിന്റെ സന്നിധി ചെല്ലാൻ, അല്ലെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന ഒരു കൂട്ടരുണ്ട്. ഇനി ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ദൈവം കരുണയുള്ള ദൈവമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഈ കാര്യം പറയുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ ഓർക്കുന്നേ? ഭൗതിക നന്മകളെയാണ്. പൗലോസ് ഇവിടെ ഭൗതിക നന്മകളെ കുറിച്ചേ അല്ല പറയുന്നത്. പൗലോസിന് യാതൊരു ഭൗതിക നന്മയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചിട്ടില്ല.
പൗലോസിന്റെ എല്ലാ പ്രാർത്ഥന ശ്രദ്ധിച്ചാലും നമുക്കറിയാം, പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് തന്നെ വിടുവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പൗലോസ് അടി കൊള്ളാതിരിക്കാൻ പ്രാർത്ഥിച്ചില്ല. പൗലോസ് തനിക്ക് കുറെ സമ്പത്ത് വേണമെന്നോ വീട് വേണമെന്നോ ഇതൊന്നും പൗലോസ് പ്രാർത്ഥിച്ചില്ല. പൗലോസിന്റെ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. പൗലോസ് ഏത് പ്രാർത്ഥന എടുത്തു നോക്കിയാലും അറിയാം, പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം, ഒന്നാം പുനരുത്ഥാനം പ്രാപിക്കണം. അതല്ലാതെ പൗലോസിന് യാതൊരു ചിന്തയുമില്ല. പൗലോസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പണത്തിന് ബുദ്ധിമുട്ടുള്ളവനല്ലായിരുന്നു. കോടീശ്വരന്റെ മകനാണ് പൗലോസ്. പൗലോസിന് നമുക്കറിയാം. പൗലോസിന്റെ ന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്ന അഗ്രിപ്പാരാജാവ് പറയുന്നത്, നിനക്ക് വിദ്യാബാഹുല്യം കൊണ്ട് വട്ടുപിടിച്ചാന്നാ പറയുന്നത്. നമ്മൾ പറയത്തില്ലയോ, അവന് ബുദ്ധിഭ്രമമുണ്ട്, അവന് പഠിത്തക്കൂടലും ഉണ്ടാന്ന് എന്ന് പറഞ്ഞ പോലെ അഗ്രിപ്പാവ് പറയുന്നത്, നിനക്ക് വിദ്യാബാഹുല്യം കൊണ്ട് എന്ത് ചെയ്താ വട്ടുപിടിച്ചാന്ന്. അപ്പൊ വിദ്യാഭ്യാസത്തിൽ ഉന്നതൻ, അധികാരത്തിൽ ഉന്നതൻ, അന്നത്തെ മഹാപുരോഹിതന്മാരുടെ ഒക്കെ ലെറ്റർ വായിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അധികാരത്തിൽ ഉന്നതൻ, എല്ലാ പദവിയുള്ളവനാ പൗലോസ്. അങ്ങനെയുള്ള പൗലോസ് പറയുകയാണ്, എനിക്ക് വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ പൗലോസിന്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, വല്ല രക്ഷ ഉണ്ടാവുമോ? അതാണ് പൗലോസ് പറയുന്നത്. എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ അങ്ങ് ഛേദമായിട്ടുണ്ട്. എന്താ കാരണം? ഈ ലാഭമായിരിക്കുന്നതൊക്കെ ഛേദം വരുന്ന ഒരു ദിവസമുണ്ട്. അതിനു മുമ്പ് ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ? ലാഭമെന്ന് തോന്നിയതൊക്കെ ഛേദമെന്ന് കേട്ടിട്ട് ലാഭമായ മറ്റൊന്നിലേക്ക് ഞാൻ പോകാനിടയായി തീർന്നു. അതാ പൗലോസിന്റെ കാര്യം. ആ പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് വരുമ്പോൾ പൗലോസ് കർത്താവിന്റെ സന്നിധിയിൽ അങ്ങ് അലിഞ്ഞു ചേരുകയാ. സംഭവിക്കാൻ പോകുന്നത്, പൗലോസിന് കാരാഗ്രഹത്തിലാ കിടക്കുന്ന, പീഡനമുണ്ട്, പ്രയാസമുണ്ട്, വേണ്ടുന്ന ഭക്ഷണമില്ല, പൗലോസിന് വസ്ത്രമില്ല, യാതൊരു ഒരു ലോകപ്രകാരം നോക്കിയാൽ യാതൊരു ഗുണവുമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്ന പൗലോസ് പറയുക, എന്റെ പിതാവിന്റെ സന്നിധിയിൽ എന്റെ പിതാവ്, അപ്പുറം പറയുന്നത് എന്തുവാണെന്നറിയാമോ? ഞാൻ ആർക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നോ, എന്തിനു വേണ്ടി ചെയ്യുന്നോ, അതെന്റെ പിതാവാണ്. എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിക്കുക. എന്തുമായിക്കോട്ടെ, എന്റെ ശരീരം മുഴുവനും എത്ര പീഡനമേറ്റാലും ഒരു കാര്യം എനിക്കറിയാം, ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എന്തായിത്തീരും? ഒരു പുനരുത്ഥാനം പ്രാപിക്കും. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയില് അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്യ ലേഖനത്തിലൊക്കെ വളരെ വിശുദ്ധമായിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചും കാഹളനാദത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് എഴുതാൻ കാര്യം. എന്തുകൊണ്ടാണ് പൗലോസ് അത് എഴുതിയത്? നമുക്കറിയാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം എന്ന് പൗലോസ് പറയാം. പൗലോസാ അത് പറയുന്നത്. പൗലോസ് മരിച്ചു പോയെന്നും പറഞ്ഞ് കല്ലെറിഞ്ഞ് കളഞ്ഞ സമയത്ത് പൗലോസിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി അവിടെ ചെന്ന് അവിടുത്തെ ഭാഷ കേട്ടു. പൗലോസ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു, ആ മഹത്വത്തെ കണ്ടു. മടങ്ങി പൗലോസിന്റെ ആത്മാവ് വീണ്ടും തന്റെ ശരീരത്തിലേക്ക് വന്നു. പൗലോസ് അത് ആരോടും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ തനിക്ക് പുകഴുവാനൊന്നുമില്ല, ഒരു മനുഷ്യനോട് പറഞ്ഞില്ല. 14 വർഷം കഴിഞ്ഞാണ് പൗലോസ് പറയുന്നത്, അങ്ങനെ ഒരു മനുഷ്യനെ എനിക്കറിയാം. അതാ പൗലോസ് പറയാ, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇതിന്റെ വലിയ മഹാത്മ്യം കൊണ്ട് നടക്കുകയല്ല, ഇത് പ്രാപിക്കാൻ എനിക്ക് ഇടയായി തീരണം. ഇത് ഞാൻ ഒരു ദിവസം പ്രാപിക്കും, അത് ഞാൻ പ്രാപിക്കാൻ ഇടയായി തീരും. ഇന്ന് എന്തെങ്കിലും ഒരു ദർശനം കണ്ടുപോയെങ്കിൽ എന്റെ ദൈവമേ, പിന്നെ തീർന്നു. ആരുടെയും തലയിലെങ്ങാനും കൈവച്ച് അവർക്കൊരു പനി മാറിയെങ്കിൽ പിന്നെ എന്റെ കർത്താവെ, പിന്നെ വാട്സപ്പിലും യൂട്യൂബിലും ഇതേ കാണത്തുള്ളൂ, ഇന്നാര് പ്രാർത്ഥിച്ച് പനി മാറി, രോഗശാന്തി വരം കിട്ടിയിരിക്കുന്നു. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പൗലോസ് പറയുക, ഇതെല്ലാം ചപ്പും ചവറും എന്നാ ഞാൻ ഇടുന്നത്. ഇതൊന്നും അല്ല എന്റെ വിഷയം എന്ന് പറയുന്നത്. ഈ ആത്മശക്തി സകലരും പ്രാപിക്കണം. ഈ ആത്മശക്തി പ്രാപിക്കാതെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടരുത്. ഇതാണ് പൗലോസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം അകത്ത് വസിച്ചെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതലിന് വിടുതലുണ്ടാകത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ പുറത്തെ മനുഷ്യൻ ശോഷിക്കണം. എന്താ അതിന് കാരണം? പുറത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ അകത്തെ മനുഷ്യന് ബലം ഉണ്ടാകത്തില്ല. ഇന്ന് പുറത്തെ മനുഷ്യനാ ബലപ്പെടുന്നത്. ഞാൻ ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ നടന്നു, ഞാൻ പ്രസംഗിച്ചു, എന്റെ പ്രസംഗത്തിന് എത്ര മാർക്കിടും, എന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം, എന്റെ ഇതാ പൗലോസ് നേരെ തിരിച്ചാ പറയുന്നത്. പൗലോസ് പറയുന്നത് എന്തുവാ? എന്നെ കൊണ്ട് ജയിച്ച ദൈവത്തിന്റെ കൃപ,
രോഗിക്ക് സൗഖ്യം വന്നിട്ടുണ്ട്, അത് ദൈവത്തിന്റെ കൃപ. ഞാൻ സുവിശേഷം അറിയിച്ച് അനേക സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ കൃപ. എല്ലാ മഹത്വവും ദൈവത്തിന്. ദൈവമക്കളെ, ഈ കാലയളവ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലയളവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ, വിശുദ്ധന്മാരായ നിങ്ങൾ എന്ത് ചെയ്യണം? അധികം വിശുദ്ധിയിലേക്ക് പോകണം. ഇപ്പോഴത്തെ വിശുദ്ധി പോരാ, ഇനി എനിക്ക് അധികം വിശുദ്ധി, ഈ ഒരു വാഞ്ച ഒരു ദൈവത്തിനുണ്ടാകണം. നീതി അധികം ചെയ്യണം. ഇതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ട് ജീവിക്കരുത്. കാരണം കാലം വല്ലാത്ത നിലയിലേക്ക് പോവുക. ഈ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇവനെ ഇനി നേരെയാക്കി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ദുഷ്ടൻ ദുഷ്ടത ചെയ്തോട്ടെ, അവര് പ്രബലപ്പെട്ടോളും. പക്ഷേ ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത് ഒരു ദൈവം ഇതിൽ മനസ്സിലാക്കിക്കോണം. നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, അത് മറന്നു പോകരുത്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഈ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ അത് ഈ എഫേസ്യ ലേഖനം നന്നായി ഒന്ന് വായിച്ചു പഠിച്ചെങ്കിലേ അതിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപാട് വാക്യങ്ങൾ അതിനോട് എടുത്ത് നമ്മൾ പ്രസംഗിച്ചെങ്കിലേ അതിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഒരു ദൈവം ഇത് വായിച്ചു പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, പൗലോസിന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. കാരാഗ്രഹത്തിലാണ്, അവിടെ കിടന്നുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവജനത്തോട്. സഭ എന്ന മർമ്മത്തെ തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നമ്മൾ സഭയുടെ മെമ്പേഴ്സ് ആണ്, നമ്മൾ സഭയുടെ സഭയിലായിരിക്കുന്നു, അവിടെ വലിപ്പച്ചെറുപ്പമില്ല എന്നുള്ള ചിന്ത ആദ്യം പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ ഈ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഏതിലൊക്കെ പ്രാപ്തരാക്കണം? പൗലോസ് പറയുകയാണ്, അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ, ക്രിസ്തു വസിക്കണം ഞങ്ങളില്, അതിന് ഞങ്ങളെ ക്രിസ്തു സ്നേഹത്തെ ഒന്ന് അറിയണം. പിന്നെ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവൊന്ന് പ്രാപിക്കണം. ഈ 4 കാര്യം പറഞ്ഞിട്ടാണ് ഉപസംഹാരം പൗലോസ് പറയുന്നത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും മഹത്വം, തലമുറയായുള്ള മഹത്വം ഉണ്ടാകട്ടെ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്താ? ആ ശക്തിയുടെ പ്രത്യേകത, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുന്ന ദൈവത്തിന്റെ ശക്തിയാണ് അതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പരിശുദ്ധാത്മ സ്നാനം, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെയാ നോക്കുന്നത്. മറ്റുള്ളവരെ നോക്കി നമുക്കൊരിക്കലും ആത്മശക്തി പ്രാപിപ്പാൻ കഴിയത്തില്ല. നാം നമ്മെ തന്നെ നോക്കണം. മറ്റുള്ളവർ പ്രാപിക്കുന്നത് അവർ ദൈവവുമായുള്ള ബന്ധത്തിലാണ്. അവര് ദൈവവുമായിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാം നമ്മെ തന്നെ ഒന്ന് നോക്കണം. എന്നോട് ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞതാ, ഞാൻ ഇത്ര വർഷമായി കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, എവിടെല്ലാം പോയി പ്രാർത്ഥിച്ചു, ആരെ കൊണ്ടൊക്കെ തലയെ വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ആത്മനിറവ് പ്രാപിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോ സംശയമാണെന്ന് പറഞ്ഞു. കാര്യം പുള്ളിക്ക് സംശയമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം ചോദിച്ചു, നിങ്ങൾ എത്ര പേരാ മക്കള്? ഞങ്ങൾ 5 പേരാ, മാതാവും പിതാവും ഉണ്ട്. 5 മക്കളാ അവര്, 5 പേരാ. അതിൽ എത്ര പേരുണ്ട് ദൈവദാസന്മാര്? ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയെന്നും പറഞ്ഞ് എന്റെ അപ്പൻ എന്ത് ചെയ്തെന്നറിയാമോ? എനിക്ക് തരേണ്ട സ്ഥലം തന്നില്ല, നല്ല സ്ഥലം തന്നില്ല. അതെല്ലാം എന്റെ ചേട്ടന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ അപ്പനോട് അന്നതി പിന്നെ ഇന്ന് വരെ ഒരിടപാടിനും പോയിട്ടില്ല. അപ്പനോട് ഞാൻ ഒരിടപാടിനും പോയിട്ടില്ല. ചേട്ടന്മാരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാനിപ്പോ ഇങ്ങനെ സുവിശേഷ വേലയായിട്ട് നടക്കുക. നിന്റെ ജീവിതത്തിൽ നീ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ആദ്യം അപ്പനോട് പോയി നിരപ്പ് പ്രാപിക്കണം, പിന്നെ ചേട്ടന്മാരോട് പോയി നിരപ്പ് പ്രാപിക്കും. നീ 40 കൊല്ലം അല്ല 400 കൊല്ലം നടന്നാലും നിനക്ക് കർത്താവ് പറഞ്ഞത് എന്തുവാ? സഹോദരനെ സ്നേഹിക്കാത്തവൻ എനിക്കുള്ളവനല്ല. നിനക്ക് പുരയിടം കിട്ടിയില്ലെങ്കിൽ നീ അതിന് അപ്പനോട് പണം കണ്ട. നീ ഇറങ്ങിയത് ആരുടെ വേലയ്ക്കാ? കർത്താവിന്റെ വേലയ്ക്കാ. അപ്പൊ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ വെക്കുന്ന നിയമത്തിലല്ല കർത്താവ് വരുന്നത്, കർത്താവ് വെക്കുന്ന നിയമത്തിൽ നമ്മൾ വരണം. ആത്മശക്തി പ്രാപിപ്പാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ വിടേണ്ടതൊക്കെ വിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് അടുത്തു വന്ന് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിയില്, കർത്താവെ ഈ നിറവ് എനിക്ക് വേണം, ഈ നിറവിന് ഇത് കിട്ടുന്നതിന് തടസ്സമായി വരുന്നതൊക്കെ എന്നിൽ നിന്ന് മാറ്റാൻ ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.
ഹാലേലുയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വേവിച്ചാണെങ്കിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് നമുക്ക് ലഭിക്കാൻ ദൈവം കൃപ വന്നു. അതിനായ ദൈവത്തെ സ്തുതിക്കാം. അവരെ കുടുംബമായിട്ട് ധാരാളമായിട്ട് സഭയ്ക്കും ദേശത്തും ഈ കൂടുതലായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ രൂപൻ ബ്രദർ പ്രാർത്ഥിച്ച് വേവിച്ചാൻ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വൈകാരെ സമയം കർത്താവ് വിവിധ ഭവനങ്ങളായിരുന്നുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിപ്പാൻ തന്ന അവസരത്തെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. പ്രാർത്ഥിച്ചാരംഭത്തിൽ ഈ നിമിഷം വരെയും അങ്ങയുടെ സാന്നിധ്യം കൃപയുണ്ടായിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ പാട്ടുപാടി അങ്ങേ സ്തുതിപ്പാൻ സഹായിച്ചുവല്ലോ കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ വിവിധ വിഷയങ്ങളൊക്കെ അങ്ങയോട് അറിയിപ്പാനൊക്കെ അങ്ങ് സഹായിച്ചുവല്ലോ പാ. വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ വിടുതൽ കാണുവാൻ ദൈവം സഹായിക്കണം കർത്താവെ. യാത്ര ചെയ്തവരെയൊക്കെ ക്ഷമത്തോടെ കൊണ്ടുവന്നല്ലോ കർത്താവെ. യാത്ര ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷമത്തോടെ കടന്നു വരുവാൻ സഹായിക്കണം. പ്രത്യേക ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പരിപാലിക്കണം കർത്താവെ. ആ പ്രൊമോഷണൽ മീറ്റിംഗ് ഒക്കെ ഏറ്റവും നടക്കുവാൻ സഹായിക്കണം കർത്താവെ. അല്ലല്ലോ ഒരു ടീമായി അവിടെ ആയിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മറയ്ക്കണം കർത്താവെ. ഇവിടെ കുടുംബമായി അവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ പ്രത്യേക ലീഡ് ചെയ്യാനൊക്കെ അങ്ങളെ ദൈവം ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. വീണ്ടും സഹായിക്കണം കർത്താവെ. ഇന്ന് വചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെയും കർത്താവ് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഞങ്ങളോട് അങ്ങ് സംസാരിച്ച കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും കർത്താവെ, അതിലൂടെ ഞങ്ങളോട് കർത്താവെ എൻ്റെ മർമ്മങ്ങളൊക്കെ അങ്ങ് വെളിപ്പെടുത്തിയ കൃപകൾക്കായി സ്തുതിക്കുന്നോപ്പാ. കർത്താവെ, അങ്ങിൽ ബലപ്പെട്ട് അങ്ങിൽ വസിച്ച് കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൽ പരിശുദ്ധതയിൽ മുന്നേറുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിപ്പാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണം കർത്താവെ. സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നോപ്പാ. അപ്പോൾ ചോദിക്കുന്നില്ല നനയ്ക്കുന്നില്ല അത്യന്തം പരമായി ഹല്ലേലൂയ ദിവസങ്ങൾ കർത്താവെ ആത്മീയ അനുഗ്രഹങ്ങൾ ആത്മാവിൻ്റെ ശക്തിയൊക്കെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മസ്നാനമൊക്കെ പ്രാപിപ്പാൻ നിറവ് പ്രാപിപ്പാനൊക്കെ ദൈവം സഹായിക്കണം. അപ്പോൾ അതിൽ മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഭയായി സഹായിക്കണം കർത്താവെ. അപ്പോൾ ആ വീണ്ടും ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ ദാസനെ ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന എല്ലാവരെയും തരുന്ന കർത്താവെ. ഹല്ലേലൂയ സഭയിലെ എല്ലാ കുടുംബങ്ങളെ വിദ്യ ഞങ്ങളുടെ കരങ്ങൾ തരുന്ന കർത്താവെ. ദൈവകൃപയിൽ സൂക്ഷിക്കണം. രാത്രിയിൽ ഞങ്ങളെ പരിപാലിക്കണം കർത്താവെ. നാളത്തെ ആരാധനയും സൺഡേ സ്കൂളും ഒക്കെ ഏറ്റവും നടക്കുവാൻ കർത്താവ് സഹായിക്കണം കർത്താവെ. ദൈവകൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുനാമത്തിൽ തന്നെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകമെങ്ങുമുള്ള എല്ലാ ദൈവജനത്തോടും കൂടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.